ഗോൾഡ് അൽഫോൺസ് പുത്രൻ ഡയറക്റ്റ് ചെയ്ത മലയാള സിനിമയാണ്. 2022 ഡിസംബറിലാണ് അത് റിലീസ് ചെയ്യുന്നത്. സോ അൽഫോൺസ് പുത്രൻ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്. പക്ഷേ സിനിമ പാളിപ്പോയത് ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റ് പറയുകയാണെങ്കിൽ ആ സിനിമ പാളിപ്പോകാനുള്ള മെയിൻ കാരണം അതിൻ്റെ കാസ്റ്റിംഗാണ്. നായകൻ്റെ കാസ്റ്റിംഗ്. പൃഥ്വിരാജിന് അത് ഒട്ടും ആപ്റ്റാവുന്ന ഒരു കാസ്റ്റിംഗ് ആയിട്ടല്ല. ഒരു ആലുവക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറെയാണ് അവിടെ അവതരിപ്പിച്ചത്. ആലുവക്കാരൻ്റെ സ്ലാങ് ഒന്നും പിടിച്ചിട്ട് ശരിയാവുന്നില്ല. അതിലൊരു സോങ് ഉണ്ട്. അതായത് ഒരു വീട്ടുമുറ്റത്ത് ഒരു ബൊലോറോ രാത്രി വന്ന് പാർക്ക് ചെയ്യുന്നു. ആ വീട്ടുടയൻ നോക്കുമ്പോൾ അത് സ്പീക്കറാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോൾ അത് നിന്നു പോകുന്നു. റേഡിയോ ആണോ അതോ ഈ ബ്ലൂടൂത്ത് സ്പീക്കറാണോ എന്നറിയില്ല. പാട്ട് കേൾക്കുന്നു, തട്ടിയിട്ടും ആവുന്നില്ല. അങ്ങനെ വണ്ടിയിൽ സ്പീക്കർ ഉള്ളത് പിന്നെ അറിയാമല്ലോ. ഇങ്ങനെ എൻ്റെ ടാർപ്പാളയും പൊക്കി നോക്കിയപ്പോൾ സ്പീക്കറാണെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ എടുത്തുകൊണ്ട് വരുന്നു. അത് പരിശോധിക്കുമ്പോഴാണ് അത് ഗോൾഡാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു ലഡു പൊട്ടുന്നൊരു ഫീലിലാണ് ഒരു സോങ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സോങ് ആ സിനിമയ്ക്ക് ഒട്ടും ആപ്റ്റല്ല. ആ സോങ്ങും വളരെ മോശമായ രീതിയിൽ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു എഡിറ്റർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. സോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അൽഫോൺസ് പുത്രൻ ഈ സിനിമ ഫുൾ എഡിറ്റ് ചെയ്തിട്ട് മൊത്തം ഡിലീറ്റായി പോയെന്നും പിന്നീട് ഹാർഡ് ഡിസ്കിൻ്റെ ബാക്കപ്പ് കോപ്പിയിൽ നിന്നാണ് സിനിമ വീണ്ടും എഡിറ്റ് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇനി അൽഫോൺസിന് ഈ സിനിമ കണ്ടിട്ട് ഇതൊരു മോശം സിനിമയാണെന്ന് തോന്നി മനഃപൂർവ്വം ഡിലീറ്റ് ആക്കിയതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഈ അടുത്ത സിനിമ കണ്ടു, ഹോളിവുഡ് മൂവീസ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, മോശം സിനിമയാണെങ്കിൽ ഒരു ഡയറക്ടർക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതെന്നല്ല. കാരണം ഒരു സിനിമ പുറത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി, അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് പോകാതിരിക്കുന്നതിനേക്കാളും നല്ല ഡിലീറ്റ് ചെയ്യുന്നതല്ല. എനിക്ക് തോന്നുന്നു ഇത് അൽഫോൺസ് പുത്രൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട സിനിമ തന്നെ ആയിരുന്നത്, തിരിച്ച് കൊണ്ടുവരേണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനുമാണ്. പിന്നെ അവർ ബാക്കപ്പ് എടുത്ത കാര്യം കുറേ പൈസ ചിലവായതായിരിക്കുമല്ലോ. കോവിഡ് സമയത്തായതുകൊണ്ട് എല്ലാ ആർട്ടിസ്റ്റും വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ റോൾസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ആ ആ സോങ്സ് മാറ്റി വെച്ചാൽ വളരെ മനോഹരമായിട്ടാണ് സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. സിനിമ ആ ടോട്ടാലിറ്റിയിൽ പോലീസ് സ്റ്റേഷനും പോലീസുകാരുടെ സംസാരവും ഒക്കെ ഒരു റിയലിസ്റ്റിക് ഫീലാണ് നമുക്ക് ടോട്ടലി തരുന്നത്. സൗണ്ട് ചെയ്തിരിക്കുന്നവർക്ക് അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതായത് സൗണ്ട് ചെയ്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അരവിന്ദ്, സിദ്ധാർത്ഥ്, ഷൺമുഖം, രാകേഷ്, അനന്തകൃഷ്ണൻ അവരൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ. ഇതിൽ DOP ആൻഡ് C ചന്ദ്രൻ, അൽഫോൺസിൻ്റെ തന്നെ മറ്റേ നേരം പിന്നെ പ്രേമൊക്കെ ഷൂട്ട് ചെയ്ത പുള്ളിയാണ് ക്യാമറമാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, അൽഫോൺസിൻ്റെ ഒരു സിനിമയുടെ പ്രത്യേകത ഗിമ്മിക്കുകൾ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് സിനിമ ചെയ്തു വരുന്ന ഒരാളാണ്. അത് പുള്ളി എനിക്ക് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രീകർ പ്രസാദും, അത് കഴിഞ്ഞാൽ അൽഫോൺസ് പുത്രനാണ്. എൻ്റെ ഫേവറേറ്റ് എഡിറ്റേഴ്സ് അൽഫോൺസ് പുത്രനും ശ്രീകർ പ്രസാദ് സാറാണ്. ഇവരുടെ രണ്ടിൻ്റെ കട്ട്സ് അത് നമുക്ക് പ്രേമം കാണുമ്പോൾ മനസ്സിലാവും, ആ കട്ട്സിൻ്റെ പ്രത്യേകത. പിന്നെ വന്നിട്ട് ഈ ഗോൾഡ് എന്ന സിനിമയുടെ കോൺസെപ്റ്റ് വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നല്ല കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സിറ്റുവേഷൻ കോമഡിയൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പൃഥ്വിരാജിന് പകരം നിവിൻ പോളി ആയിരുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയാനെ, കുറച്ചുകൂടെ നന്നായനെ സിനിമ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സോങ് എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്കും എന്തുകൊണ്ട് അവിടെ ഒരു സോങ് ഇട്ടു. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ നിറയെ ഗോൾഡ്, അതായത് സമ്പന്നമാവുന്നൊരവസ്ഥയിൽ ആ യുവാവിന് പിന്നെന്താ പറയുക, ഒരു മനസ്സിൽ ലഡു പെട്ടു എന്നൊക്കെ പറയില്ല, നമുക്ക് അതിഭീകരമായ ഒരു സാമ്പത്തിക സ്രോതസ്സോ അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ലഡുപെട്ടലാണ് സിനിമയിലോട്ട്. അതും അതിൽ ആ പാട്ട് സീനിൽ ചെയ്തിരിക്കുന്ന ഗോൾഡിൻ്റെ കളറുള്ള കോട്ടൺ സൂട്ട് വെച്ചിട്ടാണ്. പക്ഷെ ഭയങ്കര അരോചകമാണ് ആ പാട്ട്. സോങ് അരോചകം, സെക്കൻഡ് പൃഥ്വിരാജ് എന്നുള്ള കാസ്റ്റിംഗ് അരോചകം. ഇത് രണ്ടും റീപ്ലേസ് ചെയ്തായിരുന്നെങ്കിൽ നല്ലൊരു സിനിമയുണ്ടതാണ്. പിന്നെ വന്നിട്ട്
ഈ ഇതിൽ വേറൊരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഈ ഈ ഗോൾഡൊക്കെ മൂസിടുന്നൊരു ഉപകരണമുണ്ട്. മൂസിടുക എന്ന് പറഞ്ഞാൽ ഉരുക്കി എടുക്കുന്ന ഗോൾഡ് ഉരുക്കി എടുക്കുന്ന ഉപകരണം. പ്രേം കുമാർ അങ്ങനെ ഒരു നടനാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്ലേസിങ് ഭയങ്കരമാണ്. അതായത് ഒരു കോവിഡ് സമയത്ത് വരുമാനമൊന്നും ഇല്ലാതെ അവസാനത്തെ കയറെടുക്കുന്ന അവസ്ഥയിൽ ഒരു കോൾ വരുന്നു. അപ്പോൾ ആ കയറിൽ തൂങ്ങണോ കോൾ എടുക്കണോ എന്നൊരവസ്ഥയിൽ കോൾ എന്തായാലും എടുത്തേക്കാം എന്ന് പറയും. കോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മൂസ് ഇടുന്ന ഉപകരണം ഉണ്ടോ എന്ന് ചോദിക്കുന്ന കോളാണ്. അതവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ പൃഥ്വിരാജ് അതിൻ്റെ റെഡി ക്യാഷ് കൊടുക്കുന്നു. ആ സ്പോട്ടിൽ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരെ ഓടി ഒരു ചായക്കടയിൽ ചെന്നിട്ട് കുറേ പലഹാരങ്ങൾ, പുട്ടോ അങ്ങനെയുള്ള പാഴ്സൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി മക്കൾ എനിക്ക് തോന്നുന്നു 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇത് എടുത്തു കൊടുക്കുന്നത്. ആ ഒരു സിറ്റുവേഷനും ആ ഒരു ക്യാരക്ടറിൻ്റെ പരിപാടിയൊക്കെ കോവിഡ് സമയത്ത് സാധാരണക്കാരൊക്കെ അനുഭവിച്ചൊരു ഫീലിംഗ് ആയിരിക്കാം. അത് കറക്റ്റ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലേസിങ്. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഷമി തിലകൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഭയങ്കര മെച്ചമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇത് പറയേണ്ടത് ചെമ്പൻ വിനോദിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ചെമ്പൻ വിനോദാണ് ഈ കൊട്ടേഷൻസൊക്കെ എടുക്കുന്നത്. എന്താണ് ഈ ആടുമാഞ്ചിയം അത്തരത്തിലുള്ള കൊട്ടേഷൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ മണ്ടന്മാരായ കൂട്ടാളികളുണ്ട്. അത് ചെമ്പൻ വിനോദിനെ ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ സംസാരിക്കുന്നൊരു സാധനമുണ്ട്. ഒരു ആലുവയുടെ പുഴയുടെ തീരത്ത് ചെമ്പൻ ഇങ്ങനെ ജോയിൻ്റൊക്കെ അടിച്ച് സീനായിട്ടിരിക്കുന്നു. വേറെ കൂടെയുള്ളവർ പുഴയിൽ മീൻ പിടിക്കുന്നു. അപ്പോൾ ഈ ട്രിപ്പായിരിക്കുന്ന ഒരു ജോയിൻ്റ് എടുത്ത് ട്രിപ്പായിട്ടിരിക്കുന്ന സംസാരത്തിൻ്റെ ആ പരിപാടികളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. സിനിമ സത്യത്തിൽ ഞാൻ ആ സിനിമ എനിക്ക് തോന്നുന്നൊരു 4-5 തവണ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് എന്നെ ആസ്വദിപ്പിച്ച സിനിമയാണ്. പക്ഷേ അതിൽ കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ OTTയിൽ കാണുമ്പോൾ നമുക്ക് ഫോർവേഡ് ചെയ്ത് കാണാമല്ലോ. പാട്ട് എന്ന് പറയുന്ന സാധനമൊക്കെ സ്കിപ്പ് ചെയ്യാമല്ലോ. ചില ഏരിയയൊക്കെ സ്കിപ്പ് ചെയ്താൽ പിന്നീട് കണ്ടത്. സോ അൽഫോൺസ് വളരെ കഴിവുള്ളൊരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, എഡിറ്റർ. ഇതിൽ 3 ഏറ്റവും കൂടുതൽ ബെറ്റർ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഡിറ്ററാണ്. അദ്ദേഹം നല്ലൊരു എഡിറ്ററാണ്. സോ അദ്ദേഹത്തിൽ നിന്നും, അൽഫോൺസ് പുത്രനിൽ നിന്നും ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസകളുണ്ട്. എൻ്റെ ഗോൾഡ് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഈ ഒരു റിവ്യൂ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞു സിനിമ റിലീസായിട്ട്. സോ ഇത് കേൾക്കുന്നവർ കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ ഒന്നുകൂടെ കാണുന്നത് നല്ലതായിരിക്കും.